ഹലോ ഗൈസ്, അപ്പോൾ നമുക്കൊന്നൊരു ഈസി എഗ് കറി റെസിപ്പി കണ്ടാലോ. പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കറിയാണ്. പുട്ടിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ. 4 മുട്ടയ്ക്കുള്ള കറിയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ചൂടാകുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂണോളം കടുക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ഇഞ്ച് നീളമുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം ഇതുപോലെ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 3 പച്ചമുളകും ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2 മീഡിയം സൈസുള്ള സവാളയും കൂടെ ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സവാള ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. സവാള ബ്രൗൺ കളർ ആവുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ തന്നെ ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഈ കണ്ട പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പൊടികളുടെ കറക്റ്റ് അളവൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുക കേട്ടോ. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രം പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞ് ഒരു വൃത്തിയായിട്ട ടേസ്റ്റായി മാറും. ഈ പൊടികളുടെ പച്ചച്ചവയ്ക്കൊന്ന് മാറാനായിട്ട് ഒരു മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലപ്പൊടികളുടെ പച്ചച്ചവയ്ക്ക് മാറിയതിനു ശേഷം അതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് അതൊന്ന് കിടന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 1 കപ്പ് തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ആഡ് ചെയ്തതിന് ശേഷം ഇത് തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അയ്യോ, തേങ്ങാപ്പാലിൽ ഇനി ഞങ്ങൾ ഇവിടെ പോകും ചേച്ചി എന്ന് ചോദിക്കാന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനത്തെ ചെറിയ ബോക്സസ് അവൈലബിൾ ആണ് കേട്ടോ. അതൊക്കെ ഒന്ന് വാങ്ങി സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. തേങ്ങാപ്പാൽ ആഡ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു. 1 മിനിറ്റിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന എഗ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് തള വരുമ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ഒരു 15 മിനിറ്റിന് ശേഷം കറി സെർവ് ചെയ്താൽ മതി. അതിലത്തെ ഫ്ലേവേഴ്സ് ഒക്കെ ഒന്ന് പിടിച്ചിട്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ബൈ.